ഹായ്, ഞാനിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഈ 2-3 ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാനൊരു വീഡിയോ കണ്ടുവരുന്നുണ്ട്. കുറച്ച് പേർ ചേർന്ന് ഒരു സാംസങ് ഗാലക്സിയുടെ നോട്ട് 4 ലേറ്റസ്റ്റ് ഫോണായ നോട്ട് 4 ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററിക്കകത്ത് നിന്ന് ഒരു ചിപ്പ് പുറത്തെടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് സാംസങ് നമ്മുടെ ഫോൺ ട്രേസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫോണിലെ ഡാറ്റാസ് റിക്കവർ ചെയ്യാനും വേണ്ടി വെച്ച ഒരു ചിപ്പാണ്. ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ട്, അത് സത്യമാണോ? അതിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, നോട്ട് 4 യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, നോട്ട് 4 വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും കൂടെ പറയാനുള്ളത്, എന്താണ് ആ ചിപ്പിൻ്റെ യൂസേജ് എന്താണ്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ആ ചിപ്പിൻ്റെ പേരാണ് NFC. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. NFC എന്ന് വെച്ചാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലൊരു ചിപ്പുണ്ട്. ഇതൊരു ഏകദേശം 1 വർഷം പഴക്കമുള്ള ഒരു NFC ചിപ്പാണ്. ഞാൻ ഈ ചിപ്പ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ എനിക്ക് പെട്ടെന്ന് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടണം. കാരണം എൻ്റെ ഫോണിൽ ഒരുപാട് പേജസ് ഉണ്ട്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തതിനനുസരിച്ച് പേജസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് ഏത് പേജിലാണെന്ന് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാഗ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ടാഗിലേക്ക് ഫേസ്ബുക്കിൻ്റെ ഷോർട്ട് കട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാഗ് NFC ടാഗ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ UAE കണ്ടുവരുന്ന ഒരു കാർഡുണ്ട്, നോൾ കാർഡ് എന്ന് എല്ലാവർക്കും അറിയാം. RTയുടെ നോൾ കാർഡ്. ഇത് നമ്മൾ മെട്രോയിലും ബസ്സിലൊക്കെ യൂസ് ചെയ്യാം. ഇത് റീഡ് ഓൺലി മാത്രമാണ്. ഇതിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് RTയൊക്കെ റൈറ്റ് ചെയ്യാം. അത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിലെ ഡാറ്റാസ് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും RTയൊക്കെ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മെഷീൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ എത്ര ബാലൻസ് ഉണ്ട്, അതിൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നെല്ലാം കാണാൻ കഴിയും. ഇതിലേക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ മുകളിൽ വെച്ച് മെഷീനിലേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ റീചാർജ് ആവും. ഇതും NFC സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നടുവിലൂടെ മുറിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിനകത്ത് ചെറിയൊരു ചിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മുറിക്കുന്നില്ല. അപ്പോൾ ഈ ടാഗിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇതിൽ വർക്ക് ആവുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗാലക്സിയുടെ S5 മോഡലാണ്. ഓക്കെ, ഇതിൽ നിന്ന് ടാഗ് കളിച്ച് ഇവിടെ NFC ഇട്ടൊരു ഓപ്ഷൻ ഉണ്ട്. യു കാൻ സീ ഹിയർ. ഈ NFC ആദ്യം എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തിട്ട് ഈ ടാഗ് ജസ്റ്റ് ഫോൺ ഇങ്ങനെയാണ് നല്ലത്. ജസ്റ്റ് ഈ ടാഗ് നമുക്ക് എവിടെയും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിന്റെ ബാക്കിൽ ഗമ്മുണ്ട്, സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ടാഗ് ഞാൻ ഇതിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓൺ ആയി വരും. അതാണ് ഈ ടാഗിന്റെ യൂസേജ്. അതുപോലെ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും, ചെറിയ ഫയൽസ്, ടെക്സ്റ്റോ അല്ലെങ്കിൽ ചെറിയ ഫോട്ടോയോ, നമ്മുടെ ആരുടെങ്കിലും ഫോൺ നമ്പറോ, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫോൺ നമ്പർ, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഫോൺ നമ്പർ നമുക്ക് എപ്പോഴും കോൺടാക്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ ടാഗ് ഫോണിന്റെ ബാക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോകും. നമ്മൾ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, കോൺടാക്ട് ലിസ്റ്റിൽ പോയിട്ട് നെയിം സെർച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഒരു ടാഗുകൾക്ക് ഒരുപാട് ടൈപ്പ് ടാഗുകളുണ്ട്, പല യൂസേജസിലുള്ള ടാഗുകളുണ്ട്. അപ്പോൾ സാംസങ്ങിന്റെ ആ ബാറ്ററിക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടാഗ് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടാഗാണ്. ഇപ്പോൾ സാംസങ് S6 നോട്ട് 4, S6 Edge ഈ കാറ്റഗറിയിൽ വരുന്ന ഫോണിനകത്ത് സാംസങ് ആഡ് ചെയ്ത പുതിയൊരു ഓപ്ഷനാണ് ഈ വയർലെസ് ചാർജിങ്. ഈ വയർലെസ് ചാർജസിന്റെ മോഡൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി വയർലെസ് ചാർജിങ് ഡോക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഉണ്ട്, നെക്സസിൻ്റെ ഉണ്ട്, LGൻ്റെ ഉണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പം അതിലേക്ക് ഈ വയറുള്ള ചാർജറിന്റെ ഫംഗ്ഷൻ വെച്ചാൽ വയർ വഴി ചാർജ് ഫോണിലെത്തിക്കും. പക്ഷെ വയർലെസ് ചാർജേഴ്സ് എങ്ങനെയാണ് ചാർജ് ഫോണിലെത്തിക്കുക? അതിനു വേണ്ടിയിട്ടാണ് ആ ചിപ്പ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയർലെസ് ചാർജറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് ഫോണിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ ബാറ്ററിക്കകത്ത് എത്ര % ചാർജ് ഉണ്ട്, ഇനി എത്ര സമയം എടുക്കും ആ ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ബാറ്ററിയിലേക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ആ NFC ചിപ്പാണ്. ആ ചിപ്പിലൂടെ വയർലെസ് ചാർജറിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്നത്. അത് എത്ര % ചാർജ് ആയി, ഇനി എത്ര സമയം എടുക്കും ഫുൾ ചാർജ് ആവാൻ
എന്നുള്ള കാര്യങ്ങൾ, ഫോണും ചാർജറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് NFC ചിപ്പ് വഴിയാണ്. അതിന് വേണ്ടിയിട്ടാണ് സാംസങ് ആ ചിപ്പ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലരെല്ലാം അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ട് സ്വാഭാവികം, നമ്മളെല്ലാം മലയാളികളാണല്ലോ, വീഡിയോ കണ്ട ഉടനെ എടുത്ത് കളയും. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞ ചിപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഓതറൈസ്ഡ് മൊബൈൽ ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടെക്നീഷ്യനുമായി സംസാരിച്ച് വീണ്ടും റീഫിക്സ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ എടുത്ത് കളഞ്ഞ പോലെ, അതിൽ നിന്ന് ഊരിയെടുത്ത പോലെ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്താൽ ആ ബാറ്ററി കേടാവും, പിന്നെ ചൂടാവും, പിന്നെ യൂസ് ചെയ്യാൻ ബാറ്ററി ഫോണിലിട്ട ഫോൺ വർക്ക് ആവും, പക്ഷേ ബാറ്ററി ഓവർ ഹീറ്റ് ആവും. കാരണം നിങ്ങൾ ആ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനകത്തുള്ള പോയിന്റ്സ് ഷോർട്ടായി കഴിഞ്ഞാൽ ബാറ്ററി ചൂടാവും. അതിന് ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി ചെയ്യുന്നതന്നായിരിക്കും വളരെ നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ, പിന്നെ ഒരിക്കലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാംസങ്ങിന് ടോൾ ഫ്രീ നമ്പറുണ്ട്, കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ മൊബൈൽ ഔട്ട്ലെറ്റ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇതുപോലെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നാൽ വില കൂടിയ മൊബൈൽ കേടായി പോകും. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. കാരണം എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് സഹകരിച്ചാൽ നമുക്ക് എല്ലാവരെയും ഈ വിവരം അറിയിക്കാം. എനിവേ താങ്ക്സ്.